അങ്ങനെ ഞായറാഴ്ച രാവിലെ ആദ്യത്തെ കുർബാന കഴിഞ്ഞ് ഞങ്ങളെല്ലാം വന്നേ. ഈ പോകുന്ന പോക്ക് ജസുവിനെയും കൊണ്ട് വേദപാഠത്തിന് കൊണ്ടുവിടാൻ പപ്പ പോകുന്നതാണേ. ഞാൻ വിചാരിക്കുമായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ആ ഇളങ്ങോയിപ്പള്ളി കുന്ന് മൊത്തം അറഞ്ചം പുറഞ്ഞ് നമ്മൾ കയറുമായിരുന്നു. ആദ്യത്തെ കുർബാനയ്ക്കും രണ്ടാമത്തെ കുർബാനയ്ക്കും വേദപാഠത്തിനും സ്കൂളിലും ഒക്കെ ഒരു വണ്ടിയിലും കൊണ്ടുവിട്ട് കണ്ടില്ല. എന്തിന് ഒരു ഓട്ടോയെ പോലും കയറ്റി വിട്ടിട്ടില്ല. കൊച്ചുമോളായപ്പം നോക്കി കുർബാനയ്ക്ക് കൊണ്ടുവിടാൻ വരെ പോവുക. എന്താല്ലേ അങ്ങനെ കൊച്ചുമക്കളായി കഴിയുമ്പോൾ അല്ലേ. പിന്നെ ഞങ്ങൾ നേരെ കാഞ്ഞിരപ്പള്ളിക്ക് പോകാനിറങ്ങി. അപ്പം മമ്മി ഏത്തപ്പഴം പൊതിഞ്ഞ് വന്ന് വിടുന്ന പൊതിയാനൊന്നും ഇല്ലെന്നേ. കാഞ്ഞിരപ്പള്ളി വരെ പോകുന്നിടത്ത് എന്നാ കഴിക്കാനാ. പക്ഷെ മമ്മി എപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ പറയും. പിന്നെ മമ്മി പറയും ചുമ്മാ ഇരിക്കുമല്ലേ, ആ ജസ്റ്റിക്ക് കുറച്ച് ചെവിതല കേൾക്കട്ടെ, ഇതാകുമ്പം നീ ചവച്ചോണ്ടിരുന്നോളൂല്ലോ എന്ന്. അങ്ങനെ ഒരു ദുരുദ്ദേശം അതിനുണ്ടെന്ന് പറയാം കേട്ടോ. പക്ഷെ എനിക്ക് ഏത്തപ്പഴം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മമ്മി എപ്പോഴും ഏത്തപ്പഴം, അതല്ലേ കുമ്പിള്, അതല്ലെങ്കിൽ മമ്മി ഇങ്ങനെ ലഘുവായിട്ടുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനം തന്നുവിടും. ഇതിപ്പോൾ കാഞ്ഞിരപ്പള്ളി വരെ പോകായതുകൊണ്ട് ഒരു ഏത്തപ്പഴത്തെ ഒതുക്കി. ആ ഏത്തപ്പഴം കഴിച്ച് തീരുന്നതിന് മുമ്പ് കാഞ്ഞിരപ്പള്ളി ചെന്നേ. അങ്ങനെ കാഞ്ഞിരപ്പള്ളി ചെന്നപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വരുന്നു ഒരു MMS. ഇതേത് ബസ്സാ? നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ KK റോഡിൽ കൂടെ കൊണ്ടോടി, കേരള, ഗൾഫ് മോട്ടോഴ്സ്, പിന്നെ ഷാജി, അങ്ങനെ എന്തോരം ബസ്സുകളായിരുന്നു. പക്ഷെ ഇപ്പം പോകുന്ന ബസ്സിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. എനിവേ നമ്മളതൊന്നും അല്ല പറഞ്ഞു വന്നത്. നമ്മൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നേരെ കുരിശിങ്കൽ വഴി തിരിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ നമ്മളെവിടെ പോകാമെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ആൻറ്റിയുടെ വീട്ടിൽ പോവാണ്. എന്ന് വെച്ചാൽ ജസ്റ്റിയുടെ പപ്പായുടെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, കുഞ്ഞിപ്പെങ്ങളുടെ വീട്ടിൽ. നമ്മളെ ആൻറ്റി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാൽ കാപ്പുകൂടി പള്ളി പോയിട്ട് നേരെ അങ്ങോട്ട് വന്നേക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ പോകുന്ന വഴിക്ക് കൊട്ടാരം എവിടെ കണ്ടോ അവിടെ നമ്മൾ വണ്ടി നിർത്തും. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്ന് പറയുന്ന പോലെ നമ്മുടെ അവസ്ഥ. കൊട്ടാരം എപ്പോൾ കാണുന്നു അവിടെ വണ്ടി നിർത്തും. അവിടെ ചെന്നപ്പോഴാണേലും ഉണ്ടല്ലോ, ഇതിപ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലുമൊക്കെ ബേക്കറിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് വിചാരിച്ച് കയറുക. നല്ല പരിപ്പ് എനിക്ക് വരുന്നില്ലാത്ത എന്തോ പരിപ്പ് വടയും ഉഴുന്ന വടയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നു. അത് കണ്ടതും കുറേ വാങ്ങിച്ചു കേട്ടോ. ഇതാണ് ആൻറ്റിയുടെ വീട്. നമ്മൾ കാഞ്ഞിരപ്പള്ളി ചെന്നു. പക്ഷേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിനെ കാണിക്കാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം ആൻറ്റി എന്നോട് വരുന്നെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞു, എൻ്റെ പൊന്നുമകളെ ലിറ്റി എന്നെ വീഡിയോയിലൊന്നും കാണിച്ചേക്കരുന്ന്. ചെന്നപ്പോഴേ പിന്നെ നമ്മൾ കൈ കഴുകി കാപ്പ് കുടിക്കാൻ വേണ്ടിയിരുന്നു. കാരണം നമ്മൾ കാപ്പ് കുടിക്കാനാണല്ലോ പോയത്. ആൻറ്റി നല്ല കിങ് ഫിഷ് വറുത്തതും നല്ല ഏത്തയ്ക്ക പുഴുങ്ങി വെച്ചതും അവിടെ ഉണ്ടായിരുന്നു. ഏത്തയ്ക്ക ആൻറ്റിയോട് പിന്നെ വരുന്ന വഴിക്ക് ഏത്തയ്ക്ക കഴിച്ചിട്ടാണ് വന്നതെന്നൊന്നും പറഞ്ഞില്ല. ആൻറ്റി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പാവം നോക്കിയിരിക്കുമായിരുന്നു. ഞങ്ങൾ വരുന്നത് നോക്കി. നല്ല കപ്പയും എല്ലുകറിയും, അത് രണ്ട് സെപ്പറേറ്റ് വെച്ചു കേട്ടോ. കിടുക്കാച്ചി സാധനമായിരുന്നു. നല്ല കപ്പയും. നമ്മൾ കോട്ടയംകാർ കാഞ്ഞിരപ്പള്ളിക്കാർ രാവിലെ കപ്പയോ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അത് ഞായറാഴ്ച പ്രത്യേകിച്ചും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറും ഒക്കെ കഴിച്ച്. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്താ കഴിച്ചേ ഞാൻ മറന്നു കേട്ടോ. ചോറായിരുന്നോ ബിരിയാണി ആയിരുന്നോ എന്തോ, അത് ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം ആൻറ്റിയെ എടുത്ത് കാണിച്ചേക്കരുതെന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് ഞാൻ ആൻറ്റിയെ കാണിച്ചില്ല. അങ്ങനെ വർത്താനവും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞ് വൈകുന്നേരം വരെ ആൻറ്റി എടുത്തിരുന്നു കേട്ടോ. ഇന്ന് പോകണ്ട, ഇവിടെ കിടക്കാം എന്നൊക്കെ ആൻറ്റി പറഞ്ഞെങ്കിലും ഞങ്ങൾ സ്നേഹത്തോടെ അത് നിരസിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെയും തിരിച്ചു കയറി നമ്മുടെ കൊട്ടാരത്തിൽ. ഞാൻ പറഞ്ഞില്ലേ കൊട്ടാരക്കാർ പോലും അവരുടെ ജ്വല്ലറിയിൽ നിന്ന് കേട്ടോണം, അവരുടെ ബേക്കറിയിൽ, അവരുടെ കടയിൽ ഇത്രയും കയറുകയല്ല. നമുക്ക് എന്താണെന്നറിയത്തില്ല. നാട്ടിൽ ചെന്ന കൊട്ടാരത്തിൽ ആരോ കൈവശം വെച്ച് തന്നിട്ടുണ്ട്. അത് കൊച്ചിന് വരെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അവൻ പറയും കൊട്ടാരം. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കയറി കുറച്ചുകൂടെ ആക്രി ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കാൻ. അങ്ങനെ ബില്ല് കൊടുത്ത് ഇറങ്ങി വന്നപ്പോഴാണ് എൻ്റെ മനസ്സ് എന്നോട് തന്നെ മന്ത്രിച്ചത്, പൊട്ടി പെണ്ണേ ബില്ല് കൊടുത്തതുള്ളൂ, സാധനം എവിടെ, വേർ ഇസ് ദ തിങ്സ്. അങ്ങനെ ഞാൻ പിന്നെ സാധനം വാങ്ങിക്കാൻ കയറി കേട്ടോ. സാധനം കയ്യിലുണ്ടോയെന്ന് ചോദിച്ചല്ലേ, ഞാൻ പൊതിയെടുക്കാൻ മറന്നുപോയെന്നേ. അപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു കാര്യമല്ലേ, ബില്ല് കൊടുത്തു തിരിച്ചിറങ്ങിപ്പോന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ കിട്ടി. നേരെ വണ്ടിയിലോട്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാലേ ഈ കൊട്ടാരത്തിന് മുമ്പിൽ വണ്ടി നിർത്തിയതേ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് എന്തിനാണ് കിടക്കുന്നതെന്ന് നോക്കി. പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇങ്ങനെ വിജിലംബിച്ച കാഞ്ഞിരപ്പള്ളി കാണുന്നത് ഞായറാഴ്ച കാണും കേട്ടോ. അതല്ലെങ്കിൽ എന്തോ ഒരു ട്രാഫിക് ബ്ലോക്കാന്ന് പറയുമോ. ഇന്നിപ്പോൾ സുണ്ടേ ആയതുകൊണ്ട് വലിയ തിരക്കും ബഹളവും, വലിയ തിരക്കല്ല, ഒരു തിരക്കും ഇല്ല, ഒരു ബഹളവും ഇല്ല. റോഡ് നല്ല ശൂന്യമായിട്ട് കിടക്കുന്നു. ഞങ്ങളവിടെ എന്തിനാണ് കിടന്നതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ആ സമയത്ത് വരുന്നുണ്ടെന്നും പറഞ്ഞ് ജസ്റ്റ് അവിടെ കിടന്നാൽ നമുക്ക് വണ്ടിയോടത്തിൽ പോകാൻ. ഞങ്ങൾ കറക്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ട് നല്ലൊരു ട്രാഫിക് ബ്ലോക്കും നമ്മുടെ മുമ്പിൽ കൂടെ ദേ പോകുന്നു നമ്മുടെ വണ്ടി. തേഞ്ഞില്ലേ? ഇതിലും നല്ല തേയൽ സ്വപ്നങ്ങളിൽ മാത്രമൊന്ന്. പിന്നെ നമുക്ക് വണ്ടിയുടെ പുറകെ പോകാൻ പറ്റില്ലെന്നേ. ആ ട്രാഫിക്കെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ വണ്ടിയെല്ലാം എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയ മെയിൻ റോഡിലോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ വണ്ടി അതിൻ്റെ വഴിക്ക് പോയി. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ. പിന്നെ നമ്മൾ പുറകെ വെച്ച് പിടിപ്പിക്കാൻ നോക്കിയപ്പം ദേ മുമ്പിൽ ഒരു ആന. ഏതാനയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് തന്നെ ഈ ആന. ആ ആന നമ്മളെ കയറ്റി വിടണ്ടേ. ആന മാത്രമല്ല കേട്ടോ, ഓട്ടോയുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ പോലെ.
ഇവിടെയൊക്കെ കാണുമ്പം കാഞ്ഞിരപ്പള്ളിക്കാർക്കും നമ്മുടെ കോട്ടയംകാർക്കും ഒക്കെ കാണുമ്പം കണ്ണിനൊരു കുളിർമയായിരിക്കും അല്ലേ. നമ്മുടെ എലഗൻറ്റ് ഹോട്ടല്, പിന്നെ നമ്മുടെ AKGM സ്കൂള്. ഇപ്പോൾ AKGM സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൊട്ടാരം വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ നാട്ടിൽ ചെന്നപ്പം വന്നതാണേ. ഇത് വന്ന് അവരുടെ ബേക്കറിയുടെ അഡ്വർടൈസ്മെൻ്റ് ആയി പോകുന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് പിടിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ, അവന്മാർ കത്തിച്ച് വിട്ടുപോയി. അവരുടെ പൊടി പോലും കണ്ടു കിട്ടിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റിയെ അറഞ്ചം പുറഞ്ചം കളിയാക്കി കൊന്നു. കാരണം ജസ്റ്റ് വലിയ പ്രതീക്ഷയോടെ നേരത്തെ സമയം നോക്കി ഇറങ്ങിയിട്ടേ നമ്മുടെ വണ്ടിയുടെ പോകാം, അല്ലെ വണ്ടിയുടെ മുന്നിൽ പോകാൻ പുറകെ പോകാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. ജസ്റ്റിക്ക് വണ്ടിയെ കയറണമെന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും നടന്നില്ല. വണ്ടിയുടെ വഴിക്കും പിന്നെ നമ്മൾ നമ്മുടെ വഴിക്കും ചെന്നു. പൊൻകുന്നം വരെ പോയി നോക്കി കേട്ടോ. പൊൻകുന്നത്തെ അതപ്പോൾ വണ്ടി പൊൻകുന്നം ബസ് സ്റ്റാൻഡിലോട്ട് കയറി. ഇതേ പൊൻകുന്നത്തെ കൊട്ടാരം. ഇവിടുന്ന് നേരെ തിരിഞ്ഞ ശബരിമലയ്ക്ക് പോകുന്നു കേട്ടോ. KVMSൻ്റെ അതുവഴി. അറിയാൻ മേലാത്തവർക്ക് ഞാൻ വഴി പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാണെങ്കിലും ബസ് പിടിക്കാൻ പറ്റിയില്ല. എന്നാൽ പിന്നെ ശബരിമലയ്ക്കുള്ള വഴിയെങ്കിലും പറഞ്ഞു കൊടുക്കുക അല്ലേ. ഇന്നത്തെ നന്മ പ്രവൃത്തിയായി. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട് പിടിച്ചു. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒഴുകുന്ന തോടാ കേട്ടോ. അപ്പം ശരി, പോയച്ചും വരാം.